ഈ എൽ-ഡി-എഫ് എന്ന് പറയുന്ന മുന്നണി ഇപ്പോൾ ഉണ്ടോ? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. കാരണം 7 പേര്, 7 ഘടകകക്ഷികൾ എൽ-ഡി-എഫിലെ 7 ഘടകകക്ഷികൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഇല്ലാണ്ടായി. പിണറായി വിജയൻ്റെ ഒരു പ്രത്യേകത അതാണ്. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നീക്കുള്ളൂ. അതാണ് ഈ പാർട്ടി ഈ രീതിയിലേക്ക് തകർന്നത്. ഈ മുന്നണി തന്നെ തകർന്നത്. പാർട്ടിയുടെ റെക്കമെൻഡേഷനിൽ കെ-എസ് കിട്ടി കൊണ്ടുവരാൻ പാർട്ടിക്കാരെ കുറേ പേരെ കെ-എസ് ലെവലിലേക്ക്, ഐ-എ-എസിൻ്റെ അതിൽ തൊട്ട് താഴെയുള്ള ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടന്നു. സി-പി-ഐ എവിടെ ചാടും? അതെ. ചാടിയാൽ വേറൊരിടത്തും പോകാൻ പറ്റില്ല. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്വന്തം മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ CPI-യെ അവഗണിക്കുന്നത് രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കുന്നതോ, അതോ CPI ഇതൊക്കെയാണോ അർഹിക്കുന്നത്? മറ്റൊന്ന്, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആരോപണങ്ങൾ ഇപ്പോൾ നീണ്ടു നിവർന്നു കിടക്കുകയാണ്. അത് ഒരൊറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എവിടേക്കാണ് CPM എന്ന വലിയ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുചെന്നെത്തിക്കുന്നത്? ഇപ്പോഴത്തെ ആരോപണങ്ങളിൽ പിണറായി വിജയൻ ഏത് തരത്തിലുള്ള നടപടികൾ നേരിടേണ്ടി വന്നേക്കും? അത് ചോദിക്കാൻ കാരണം, ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് പല അന്വേഷണവും. അതിലൊന്നും തന്നെ അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ കുഴപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇതും അങ്ങനെ തന്നെ പോകുമോ? പരിശോധിക്കുകയാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ്. നമ്മോടൊപ്പം ചേരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എൽ അജിത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഈ CPI-യുമായിട്ടുള്ള തർക്കം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി കുറേ നാളായി തുടങ്ങിയിട്ട് ഇപ്പോഴും അത് പറയുകയാണ്. രണ്ട് കൂട്ടരും ഒരേ പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല, ഒരു വിലയും കൽപ്പിക്കാത്ത വിധത്തിലാണ് പിണറായി വിജയൻ CPI-യെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന ഒരു വിമർശനം ശക്തമായി തന്നെയുണ്ട്. LDF-നുള്ളിലെ ഈ തർക്കത്തെ എങ്ങനെയാണ് കാണുന്നത്? ലിയോ തന്നെ ഇൻട്രോയിൽ പറഞ്ഞു, ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ള വാക്ക്. അത് വളരെ റീട്രേറ്റ് ചെയ്ത് പറയേണ്ടതാണ്. ഈ LDF എന്ന് പറയുന്ന മുന്നണി ഇപ്പോൾ ഉണ്ടോ? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. കാരണം 7 പേര്, 7 ഘടകകക്ഷികൾ LDF-ലെ 7 ഘടകകക്ഷികൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഇല്ലാണ്ടായി, ഇൻക്ലൂഡിങ് KM മാണിയുടെ. KM മാണി നിയമസഭയിൽ KM മാണിയുടെ പാർട്ടി ഇല്ലാതാകുന്നത് ചരിത്ര സംഭവമാണ്. അങ്ങനെ 7 പാർട്ടികൾ, മാത്യു ടി തോമസിൻ്റെ പാർട്ടി, അങ്ങനെ തുടങ്ങി 7 പാർട്ടികൾ ഇല്ലാണ്ടായി. ഇപ്പം CPI എന്ന് പറയുന്നത് 17 19 അംഗങ്ങൾ കഴിഞ്ഞ അസംബ്ലിയിലുണ്ടായിരുന്നു. 4 മന്ത്രിമാരും ഉണ്ടായിരുന്നു. ഇപ്പം അവർ 8 പേരായിട്ട് മാറി. അപ്പം അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വേറെ ആരാ ഉള്ളത്? വേറെ ആരുമില്ല. ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഈ CPI ചോദിക്കുന്ന ന്യായമായ ഒരു കാര്യമാണ്. CPM തന്നെ 39 പേരിൽ, മൊത്തം 39 പേരിലായിട്ട് CPM CPI ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് 99 പേരിൽ നിന്ന്. എന്നിട്ട് ഈ CPI ചോദിക്കുന്നത് വേറൊന്നുമല്ല, ഞങ്ങൾ ഉപ നേതൃസ്ഥാനം അസംബ്ലിയിൽ തരണം എന്ന് പറയുമ്പോൾ ആ കോറിഡോറിലൊരു റൂം കിട്ടും അവർക്ക്, പ്രതിപക്ഷ ഉപനേതാവ്. അല്ലാതെ വേറെ അഡ്വാൻറ്റേജ് ഒന്നുമില്ല, വേറെ ഒരു പെർക്സും ഇല്ല. സാധാരണ MLA പോലെ തന്നെ. വേറെ ഒന്നുമില്ല. അതുപോലും കൊടുക്കാൻ ഇദ്ദേഹം തയ്യാറല്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ അത് മേടിച്ചെടുക്കാൻ നമ്മുടെ ശ്രീ ബിനോയ് വിശ്വം, പാർട്ടി സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ബിനോയ് വിശ്വത്തിനെതിരെ അവരുടെ എക്സിക്യൂട്ടീവിൽ മുറവിളി കൂടുന്നുണ്ട്, നിങ്ങൾ മാറി നിൽക്കണം. പക്ഷെ ഇതിപ്പോൾ ആര് പറഞ്ഞാലും കേൾക്കുന്ന ആളാണോ? അല്ല, അതായത് പിണറായി വിജയൻ്റെ ഒരു പ്രത്യേകത അതാണ്. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നീക്കുള്ളൂ. അതാണ് ഈ പാർട്ടി ഈ രീതിയിലേക്ക് തകർന്നത്, ഈ മുന്നണി തന്നെ തകർന്നത്. ഈ LDF എന്ന് പറയുന്നത് മുന്നണി തകർന്നു തരിപ്പണമായി. പാർട്ടി CPM എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് തീരാറായി. അല്ല, ഇതിപ്പോൾ CPM-കാർ CPI-യുടെ ഡിമാൻഡ് കേൾക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ കാരുണ്യത്തിലാണ് നിങ്ങൾ ജയിച്ചു വരുന്നത്, പിന്നെ എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത്? ഇതാണ് ഈ CPM പ്രവർത്തകരുടെ പോലും മനസ്സിലിരിപ്പ്. അല്ല, CPM പ്രവർത്തകർ അങ്ങനെ പറയുമ്പോഴും നമ്മളൊക്കെ പത്രക്കാരൊക്കെ അങ്ങനെ തന്നെ കുറേ കാലം ചിന്തിച്ചിരുന്നു. CPM-ഉം CPI-യും എന്ന് പറയുമ്പോൾ CPM വലിയ പാർട്ടി, വലിയേട്ടൻ, മറ്റേ കൊച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. LDF-ൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPM-ൻ്റെ കീഴിൽ CPI എന്നുള്ള ഒരു ഇതിൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. CPI-ക്ക് വോട്ട് കിട്ടുന്നതൊക്കെ മൊത്തം CPM-ൻ്റെ വോട്ടെന്നുള്ളതല്ല, CPI-യിലുണ്ട് കുറേ നല്ല മനുഷ്യരുണ്ട്, CPI നേതാക്കന്മാരും കുറേ നല്ല മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് ചില പോക്കറ്റുകളുണ്ട്. ആ പോക്കറ്റുകളിൽ അവർ ജയിക്കുന്നത് CPI-യുടെ വോട്ട് ഉണ്ട്, ഒപ്പം CPM-നും ഉള്ള വോട്ടുകൾ കൂടെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു ഒറ്റ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് കഴിഞ്ഞ 10 വർഷം രാജ്യം ഭരിച്ചപ്പോൾ ഉണ്ടായ
അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കിയപ്പോൾ എന്ത് പറ്റി? എല്ലാ ഘടകകക്ഷികളും LDF എന്ന് പറയുന്നത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇല്ലാണ്ടായി. ഉം. അക്ഷരാർത്ഥത്തിൽ CPM-ഉം അതിൻ്റെ വെർജിലാണ്, ഡിസോൾവ് ചെയ്ത് ഇല്ലാതാകുന്നതിൻ്റെ വെർജിലാണ്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ പല ചർച്ചകളിലൊക്കെ തന്നെ പലരും പറയുന്ന ഒരു വാക്കുണ്ട്, പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് വന്നേക്കാവുന്ന നേതാക്കളെയൊക്കെ തന്നെ തലയരിഞ്ഞ് ഇല്ലായ്മ ചെയ്ത് അവരെല്ലാം സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് എല്ലാവരും ഗില്ലറ്റിൻ ചെയ്തു. അത് ഗില്ലറ്റിനാ, ചൈനീസ് ഭാഷയാണ് ഈ ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, തല വെട്ടുക, അത് തലവെട്ട് ഗില്ലറ്റിൻ ചെയ്തതാണ്. പുള്ളി തന്നെ ഗില്ലറ്റിൻ ചെയ്തത്. അത് ഈ പാർട്ടി വല്ലാതെ പാർട്ടി ഇല്ലാണ്ടാകുക, എനിക്ക് ശേഷം പ്രളയം എന്നുള്ളതാണ്. ഓക്കെ, ആഫ്റ്റർ മീ ഈസ് ഡെലൂജ് എന്ന് പറയുന്ന രീതിയിൽ, ആ രീതിയിൽ ഇപ്പം അങ്ങനെ ആയല്ലോ. പുള്ളി മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പൊ ഇനി പിന്നെ ആരെങ്കിലും പാർട്ടി ഉണ്ടായാലെന്താ, എൻ്റെ കാലശേഷം പാർട്ടി ഇല്ലെങ്കിൽ എന്താ, പാർട്ടി ഉണ്ടായാലെന്താ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആ പക്ഷേ രീതിയില്ല. അങ്ങനെ പോകുമ്പോഴും ഇപ്പോൾ പക്ഷേ പിണറായി വിജയൻ എന്ന നേതാവ്, പ്രതിപക്ഷ നേതാവ്, CPM-ൻ്റെ നേതാവ്, അദ്ദേഹം ഒട്ടേറെ കേസുകളിൽപ്പെട്ട് വല്ലാണ്ട് പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുന്ന, കുടുംബം തന്നെ ഒന്നടങ്കം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പല ഫേസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒട്ടേറെ മുഖങ്ങൾ ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. അതിപ്പോൾ ഫെമ നിയമപ്രകാരം കേസെടുക്കുമെന്ന് പറയുന്നുണ്ട്, CBI വന്നേക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം പുറത്തേക്ക് പൈസ അയച്ചു, അത് എവിടെ അയച്ചു, ഇതൊക്കെ ഇങ്ങനെ വാർത്തകളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഈ വിഷയം അദ്ദേഹത്തെ എത്രത്തോളം പിടിച്ചുലയ്ക്കുമെന്നാണ് കരുതുന്നത്? ലിയോ പറഞ്ഞതിൽ വലിയൊരു സത്യമുണ്ട്. അതായത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നമ്മൾ എയർപോർട്ടിൽ ഗോൾഡും ഡോളറും റിവേഴ്സ് ഹവാലയൊക്കെ നടന്നു എന്ന് പറയുന്നത്, ഇതൊന്നും വെറുതെ ആക്ഷേപങ്ങളല്ല. നമുക്ക് അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ പറയാൻ പാടുണ്ടോ? പറ്റില്ല. മാധ്യമപ്രവർത്തകർക്കൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇത്തരം ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതാത് ഡിപ്പാർട്ട്മെൻറ്റ് സോഴ്സ് എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് രക്ഷപ്പെട്ട എന്തുകൊണ്ട്? പുള്ളി അധികാരത്തിലിരുന്നതുകൊണ്ട്. അതല്ലെങ്കിൽ നമ്മൾ പറയണ്ടേ, എന്തുകൊണ്ട് UAE കോൺസുലേറ്റിലെ അറ്റാഷെ ഇറങ്ങി ഓടി രാഖി രാമാൻ? ഇതൊക്കെ കാര്യകാരണങ്ങളല്ലേ. നമ്മളൊരു ക്രൈം നടക്കുമ്പോൾ ഒരു ക്രൈമിൻ്റെ ഒക്കറൻസ് നോക്കുമ്പോൾ അതിൻ്റെ സംഭവങ്ങൾ, വിവിധ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കില്ലേ. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ അന്നും എന്നിട്ടും പിടിക്കപ്പെട്ടില്ല. അത് ഇപ്പോഴത്തെ CPM-മാർ പറയുന്നത് അതാണ്. CPM-മാരും അദ്ദേഹവും പറയുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് പല ആക്ഷേപങ്ങളും പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഒന്നും തെളിയിച്ചില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ അത്രയധികം BJP സർക്കാരുമായിട്ട് അത്രയധികം ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഡോളറും സ്വർണവും കള്ളക്കടത്തൊക്കെ നടന്നെങ്കിലും ഒന്നും പിടിക്കപ്പെടാത്തത്. അല്ലെങ്കിൽ അതിനൊക്കെ കാരണങ്ങളുണ്ടായിരുന്നെങ്കിൽ അതിനൊന്നും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അവരുടെ കയ്യിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഇറ്റ് ഈസ് ഷെൽഡ്, ഇതൊരു താൽക്കാലികമായി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും പുള്ളി അധികാരത്തിലിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായിട്ട്. അതുകൊണ്ടാണ് ഈ ED ഒക്കെ കയറി ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ പൊതുവായിട്ടുള്ള എയറിലുള്ളൊരു ഒരു സംഭാഷണം എന്ന് പറയുന്നത്, ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റ് പോയി, തിരുവനന്തപുരം കോർപ്പറേഷൻ പോയി, 6-7 മുനിസിപ്പാലിറ്റി പോയി, ഇപ്പോൾ 3 നിയമസഭാ സീറ്റ് കിട്ടി BJPക്ക്. ഇപ്പോൾ നമ്മൾ ഈ മാസപ്പടി കേസ് എന്ന് പറയുന്ന നോക്കുകൂലി കേസ് യഥാർത്ഥത്തിൽ 1,80,85 ലക്ഷം രൂപയായിരുന്നില്ലേ? അതിപ്പോൾ എങ്ങനെ 20,50,00,000 ആയത്? അതൊന്നും തന്നെ വലിയ തുകയല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അതുപോലും വലിയ തുകയല്ല. കാരണം അപ്പോൾ പിന്നെ അതിൻ്റെ വോളിയം ഇദ്ദേഹം ഇൻവോൾവ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തത് എത്ര ആയിരിക്കുമെന്ന് അദ്ദേഹത്തിനെ അറിയാവും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ 20,50,00,000 എന്ന് പറയുന്നത് ഒന്നും അല്ല എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൻ്റെ സാങ്കത്യം, ഇത് പിടിക്കപ്പെടുന്നതിൻ്റെ പ്രധാന പ്രശ്നം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ KFC ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ KFC-യുമായിട്ട് പാർട്ട്ണർഷിപ്പിലുള്ളതല്ലേ CMRL. അതുകൊണ്ടാണ് പിടിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് പിടിക്കപ്പെട്ടത്. അതല്ലാതെ ചെറുതും വലുതുമായ നിരവധി സ്ഥാപനങ്ങളിൽ നിന്നും ഈ നോക്കുകൂലി മേടിച്ചിട്ടുണ്ട്. ആ വോളിയം കൂടെ അതുകൂടെ ഈ പറഞ്ഞ ED-ക്കാർ കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ മറ്റു കൊടുത്തവരൊക്കെ ചെറുതും വലുതുമായവരുടെ അടുത്ത് വരും. അങ്ങനെ ഞാൻ അറിഞ്ഞു. ചെറുതും വലുതുമായിട്ടുള്ള എത്ര പേർക്ക് എന്തൊക്കെ കൊടുക്കാൻ കഴിയുമോ അത്ര കൊടുക്കുക. അത് ഈ കോടികളെന്നല്ല. 5 ലക്ഷമാണെങ്കിൽ 5 ലക്ഷം, 3 ലക്ഷം. അല്ല, പലതുള്ളി പെരുവെള്ളമല്ലേ. അങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആ രീതിയിലേക്ക് കളക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വോളിയം വരുമ്പോൾ ചിലപ്പോൾ ഇതിൽ കൂടും. മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ 1.80 എന്നുള്ളത് നേരെ 20 കോടി, 5 ലക്ഷം, 50 ലക്ഷം ഒക്കെ ആയെന്ന് പറയുമ്പോൾ തന്നെ അതെല്ലാം കൂടെ കളക്ട് ചെയ്താലുള്ളതായിരിക്കും. അതുകൂടാതെ ഇതിനെ
അതെ, വിദേശത്തേക്ക് വിദേശത്തേക്ക് ട്രാഫിക് അയച്ചു. ചെയ്തു. ഉം. 85 ലക്ഷം രൂപ ദുബായിലേക്കാണ് അടിച്ചിരിക്കുന്നത്. ഉം. ദുബായിലേക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പുത്രൻ അവിടെയാണ്, ദുബായിലാണ്. ഓക്കെ. അതുകൊണ്ടാണ് പുള്ളി തന്നെ പറഞ്ഞത് കുടുംബത്തെ മൊത്തം ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല, നമ്മളിപ്പോൾ വാർത്തയിൽ പറഞ്ഞിരുന്നത് മകൾ, മരുമകൻ ഈ രണ്ടുപേരെയും കുറിച്ച് മാത്രമാണ് ഇല്ല പറഞ്ഞത്. ഇല്ല ഇല്ല, അപ്പൊ മകന്റെ ഇൻവോൾവ്മെന്റ് ഇതിലേക്ക് വരും മകന്റെ എന്നാണ്. ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. ഉം, ഉം. അതാണ് ദുബായിൽ പൈസ അയച്ചതിന്റെ തെളിവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധ്യതയും ഈ ആ കേസുമായി ഒരു ബന്ധപ്പെട്ട് ഉണ്ട്. കേസുമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടപ്പോഴും അദ്ദേഹം തന്നെ പറഞ്ഞത്, ശ്രീ ഓക്കെ. പിണറായി വിജയൻ തന്നെ പറഞ്ഞത് കുടുംബത്തെ മൊത്തം ടാർഗറ്റ് ചെയ്യുന്നു. ഉം, മനസ്സിലായി. ഉം. 85 ലക്ഷം രൂപ ദുബായിൽ അയച്ചു, ദർഹം ആയിട്ട് അയച്ചു. അത് 85 ലക്ഷം രൂപ ഇന്ത്യയുടെ നമ്മുടെ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് 85 ലക്ഷം. അപ്പോൾ അത് ടാർഗറ്റല്ല, അത് സൂചിപ്പിക്കുന്നത് മകനിലേക്കാണ്. അതാണ്. അത് കൂടാതെ അല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് റിയാസിന്റെ കോണ്ടാക്ട്സിലുള്ള ആർക്കൊക്കെ അയച്ചിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം സംഭവം എന്ന് പറയുന്നത് ഈ പഴയ കാലത്തെ പണ്ട് മണിച്ചൻ്റെ കേസിലെ മാസപ്പടി പോലെ ഈ ഡയറി അവർ പിടിച്ചു. ഈ ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ നിന്ന് ഡയറി പിടിച്ചു. അപ്പോൾ ഡയറി പിടിച്ച് അവിടെ അന്ന് റെയ്ഡ് നടന്നപ്പോൾ മുഖ്യമന്ത്രി അന്നത്തെ ശ്രീ പിണറായി വിജയൻ എന്താ പറഞ്ഞത്, ഒന്നും കണ്ടെത്തിയിട്ടില്ല, ഞാനവിടെ ഉണ്ടായിരുന്നു, എന്നോടൊന്നും ചോദിച്ചില്ല. അവർ പിടിക്കുന്ന ഉടനെ അങ്ങ് പറയുമോ? ഇല്ലല്ലോ, അവരത് പരിശോധിച്ച് പഠിച്ചിട്ടല്ലേ പറയുള്ളൂ. ഇപ്പോഴാണ് അതിൻ്റെ തെളിവുകൾ അവർ കൃത്യമായിട്ട് പുറത്തു വിട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തെ അവർ വേണ്ട രീതിയിൽ, കാരണം അതിനിടയ്ക്ക് ഈ പറഞ്ഞ ഇഡിക്കാരെ ശ്രീ പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന CPM പ്രവർത്തകരില്ലേ, 27 പേര്, ഉം. അവരുടെ കാര്യം പോയില്ലേ? അല്ല, ഇതിപ്പോ പറയുന്നത് അവർക്കൊക്കെ ഇപ്പൊ ജാമ്യം കിട്ടി പുറത്ത്. ജാമ്യം കിട്ടി, കേസ് തീരുമോ? ചാർജ് ഷീറ്റ് കൊടുക്കുമോ? ട്രയൽ നടത്തി ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴേക്കും അവർ ജയിലിൽ പോയില്ലേ? ഓ ഓ ഈ 20 കോടി 50 ലക്ഷത്തിൽ 5 ലക്ഷത്തിൽ അതിൽ 10 കോടി രൂപ ഇവർക്ക് കൊടുക്കുമോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്, എനിക്കറിഞ്ഞൂടാ. കാരണം ഇപ്പോൾ പാർട്ടി അധികാരത്തിലില്ല, പാർട്ടി ശോഷിച്ചു. പിണറായി വിജയൻ ഇനി അങ്ങനെ വലിയ അധികാരമൊന്നും പറഞ്ഞിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് ഒരുപാട് പൈസയൊന്നും അങ്ങനെ ടാക്സ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇനി 5 വർഷത്തേക്ക് ഉടനെ ഉണ്ടാവില്ല. 5 വർഷം കഴിയുമ്പോഴേക്കും ഈ പാർട്ടി ഉണ്ടാവും എന്നുള്ളത് തന്നെ അല്ല, ആ രീതിയിലാണ് നമ്മൾക്ക് സങ്കടം. അതാണ് ഈ CPM എന്ന് പറയുന്നത് പാർട്ടി തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുകയാണ്. ഈ തുരുത്തിലുണ്ടായിരിക്കുന്ന CPM, കാരണം ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ഫാബ്രിക് തകർന്നില്ലേ? ഉം, ഉം. 10 വർഷം തുടർഭരണം കിട്ടിയതോടുകൂടി 10 വർഷം കൊണ്ട് സോഷ്യോ ഫാബ്രിക് കഴിഞ്ഞില്ലേ? ഇവിടുത്തെ സോഷ്യോ പൊളിറ്റിക്കൽ ഫാബ്രിക് തകർന്നില്ലേ? ആർക്കെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നോ ഈ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യാൻ? അദ്ദേഹത്തിൻ്റെ തുടർഭരണത്തിന് ശേഷം ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹം ആളുകളെ കൈകാര്യം ചെയ്തതും മുന്നണികളെ കൈകാര്യം ചെയ്തതും ഘടകകക്ഷികളെ കൈകാര്യം ചെയ്തതെല്ലാം തന്നെ ഈ ഒരു മലിഗ്നന്റ് ഫെയ്റ്റ് ആക്കി മാറിയില്ലേ? ജനങ്ങൾ അത്രയധികം വെറുത്തുപോയില്ലേ? പാർട്ടിയെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്നതിനുള്ള അപകടമാണ്. അതുകൊണ്ടാണല്ലോ ഈ പാർട്ടിക്കാർ തന്നെ പറയുന്നത് അദ്ദേഹം നേതൃത്വം മാറണം. CPM തന്നെ പറയില്ലേ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കരുത്, മാറണം എന്ന് പറയും. അപ്പോൾ ആ പ്രതിപക്ഷ നേതാവായിട്ട് പുള്ളി തുടരുകയും ചെയ്യും, പ്രതിപക്ഷ ഉപനേതാവായിട്ട് ആകെയുള്ള CPIക്ക് കൊടുക്കുകയില്ല. നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയമായി അത്ര നല്ല രീതിയിലല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം റീഡ് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. കാരണം താൻ ഇപ്പോൾ ആകെ പ്രതിരോധത്തിലാണ്, ഇനി അങ്ങോട്ട് എന്ത് ചെയ്താൽ രക്ഷപ്പെടാൻ സാധിക്കും, ഇതൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലും വർക്ക് ചെയ്യുന്നുണ്ടാകണം. വാട്ട് ഈസ് ദ വേ ഔട്ട്? അല്ല, അതാണ് ഞാൻ നേരത്തെ ആ എയർപോർട്ടിലെ ഡോളറും ഗോൾഡും ട്രാഫിക് ചെയ്തതിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, എങ്ങനെ അദ്ദേഹം അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു. അന്ന് അധികാരം ഉണ്ടായിരുന്നു. അല്ല, ഇതിപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അതാണ്, CPM ചോദിക്കുന്നതാണ്. നിങ്ങൾ പലപ്പോഴായി പറഞ്ഞു, പലവട്ടമായി, എന്നിട്ടും എന്ത് സംഭവിച്ചു? ഈവൻ ലാവ്ലിൻ കേസ് പോലും ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഒരു അന്തമില്ലാത്ത ഒരു പരമ്പര പോലെ. അതുപോലെ തന്നെ ആയിരിക്കും 36 തവണ. ഇപ്പോൾ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തന്നെയും അത് അദ്ദേഹത്തിലേക്ക് എത്തില്ല. മകളെയും മരുമകനെയും അതുപോലെ മകനെയും ഒക്കെ തന്നെ വെച്ച് അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹം അതിന് പറയുന്നത് പോലെ എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് അദ്ദേഹം പറയുന്നത് പോലെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴും അദ്ദേഹം ഊരിപ്പോകും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കുന്നത്, കാലം മാറി, അധികാരമില്ല, കാലം മാറി, അതുകൊണ്ട് ഇനി കേന്ദ്രത്തിൽ മുറുകും, ഒരുപാട് ഔദാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട, അവർ പിടിക്കും. 2, ഇതിനകത്തൊരു അബദ്ധം കൂടെ പറ്റി. ഈ EDക്കാർ ഇവിടെ അദ്ദേഹത്തിൻ്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ റെയ്ഡ് നടന്നു. വീണയാണ് ഉദ്ദേശിച്ച ഒരു റെയ്ഡ് നടത്തിയത്. ഈ
അവിടെ ഡിസ്ക്രഷൻ ഇസ് ദ ബെറ്റർ പാർട്ട് ഓഫ് വാലർ എന്നും പറഞ്ഞ് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. ഡിസ്ക്രഷൻ ഇസ് ദ ബെറ്റർ പാർട്ട് ഓഫ് വാലർ. ഏത് കാര്യം ചെയ്യാനാണ് എത്ര സമർത്ഥനാണെങ്കിലും ഡിസ്ക്രഷൻ വേണം, പ്രൂഡൻസ് വേണം. അതെ. ആ പ്രൂഡൻസ് അവിടെ നഷ്ടപ്പെട്ടു അണികളെ ഇറക്കി അവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ. അത് ഇ ഡിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇത് പിടിമുറുകും എന്ന് പറയുന്നത്. പിണറായി വിജയൻ അത്ര മണ്ടനല്ല, അദ്ദേഹം അതീവ ബുദ്ധിശാലിയാണ്, എന്താണ് തന്ത്രശാലിയാണ്. അതെ. എനിക്ക് തോന്നുന്നത് അന്ന് എല്ലാവരും പറഞ്ഞതും അത് തന്നെയാണ്, പലരുമൊക്കെ സംശയം പ്രകടിപ്പിച്ചതാണ്, അന്നൊരു രക്തസാക്ഷിയെ വേണമായിരുന്നു. മാക്സിമം വയലൻ്റ് ആക്കുവാൻ ശ്രമം നടത്തുക, ഒരു രക്തസാക്ഷിയെ നേടിയെടുക്കുക, അതിലൂടെ കേസ് ഡൈവേർട്ട് ചെയ്ത് പോകാൻ അത് സഹായിച്ചു. തീർച്ചയായിട്ടും അത് വളരെ കറക്റ്റ് റീഡിംഗ് ആണ്, അത് തന്നെയാണ്. പക്ഷേ അത് ഈ പുതിയ സർക്കാർ, വി ഡി എസിൻ്റെ പുതിയ സർക്കാർ, രമേശ് ചെന്നിത്തലയുടെ പുതിയ സർക്കാർ, അവർ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യും. സംയമനം പാലിക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ പോലീസ് സ്വമേധയാ സംയമനം പാലിച്ചു. അല്ലെങ്കിൽ ഇവരുടെ തുടക്കത്തിൽ തന്നെ 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഒരു വെടിവെപ്പ് നടന്നു എന്ന് പറഞ്ഞാൽ സർക്കാരിനും വലിയ ചലഞ്ചല്ലേ. അതെ. അപ്പോൾ അതുണ്ടാകാതെ പോയത് വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് അവിടെ അന്ന് അവിടെ കൂടിയ എല്ലാവർക്കും, ഇൻക്ലൂഡിങ് ജില്ലാ സെക്രട്ടറി വി ജോയ്ക്ക് ഉൾപ്പെടെ സമ്മൻസ് വന്നവരെയൊക്കെ ചോദ്യം ചെയ്യും എന്ന് പറയുന്നത്. ഇ ഡി മനസ്സിലായി ഇവരാരാണ് ഇതിന് പിന്നിൽ ഇവർക്ക് പ്രചോദനം നൽകിയത്, പ്രേരിപ്പിച്ചത്, അതൊക്കെയാണ് അവർ അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കും ഒരു വെടിവെപ്പ് നടന്നിരുന്നുവെങ്കിൽ ഈ കേസ് കംപ്ലീറ്റ് മാറിയില്ലേ. പിന്നെ ഇ ഡിയുടെ പ്രേരണയിൽ ഇവിടെ വെടിവെപ്പ് നടന്നു എന്നുള്ളതായില്ലേ കേസ്. വീണയുടെ ഈ പറഞ്ഞ മാസക്കൂലിയും നോക്കുകൂലിയും അല്ലല്ലോ കേസാകുന്നത്. അതിലേക്ക് കാര്യങ്ങൾ മാറി, കേസ് കംപ്ലീറ്റ്ലി മാറിപ്പോയേനെ. പക്ഷെ അത് നടന്നില്ല. അവർ ഉദ്ദേശിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അങ്ങനെ നിൽക്കുന്നു, വല്ലാണ്ട് ക്ഷീണമായി പിടിമുറുകാനുള്ള സാധ്യതയാണ്. ഇനിയും അന്വേഷണം കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകും. കേന്ദ്രമാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും എനിക്ക് തോന്നുന്നു ശക്തമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നതാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് PSC തട്ടിപ്പ് കേസ്. നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയായ ഒട്ടേറെ പേർ എന്നും പറയുന്നൊരു വാക്ക് PSC അല്ലേ? എത്രയോ പേർ സർക്കാർ ജോലിക്ക് വേണമെങ്കിൽ PSC ആണ്. അത്രയും നമ്മുടെ എല്ലാം പ്രതീക്ഷയും എപ്പോഴും നമുക്ക് വിശ്വാസ്യതയോടുകൂടി സമീപിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനം എന്ന ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു PSCയെ സംബന്ധിച്ച്. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്, ആ വിശ്വാസ്യതയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് അല്ലേ? അല്ല, അത് വേറൊന്നുമല്ല ലിയോ, അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് നോക്കേണ്ടത് KS എന്ന് പറഞ്ഞൊരു സർവീസ് സംഭവം ഉണ്ടാക്കിയില്ലേ, അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു സംഭാവനയാണ്. അത് നമുക്ക് IAS ആവശ്യത്തിന് കിട്ടുന്നില്ല, 36 IAS വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് KS അന്ന് രൂപീകരിച്ചത്. KS രൂപം കൊടുത്തിട്ട് KS ടെസ്റ്റ് എഴുതിയ 2-3 പേരെ എനിക്കറിയാം. അവർക്കൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫ് തന്നെ, അണ്ടർ സെക്രട്ടറി ലെവലിലും സൂപ്രണ്ട് ലെവലിലും ഒക്കെ ഉള്ളവർ തന്നെ KS എഴുതിയവരുണ്ട്. അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ടെസ്റ്റ് എഴുതിയവരല്ല ഉദ്ദേശിച്ചത്. പാർട്ടിയുടെ റെക്കമെൻഡേഷനിൽ KS കിട്ടി കൊണ്ടുവരാൻ പാർട്ടിക്കാരെ കുറേ പേരെ KS ലെവലിലേക്ക്, IASൻ്റെ അതിൽ തൊട്ട് താഴെയുള്ള ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് PSCയെ നോക്കുകുത്തിയാക്കി PSC ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തത്. അതെ. അതുപോലെ തന്നെ അവിടെ വേറൊരു സംഭവം കൂടി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. എന്താണ് അതിന് അത്തരത്തിലൊരു ചിന്ത ഇഗ്നൈറ്റ് ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ച് എൻ്റെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്, ഡോക്ടർ B അശോക്, N പ്രശാന്ത് IAS, ഇത്തരത്തിലുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ഫയലിൽ അവരുടെ അഭിപ്രായങ്ങൾ എഴുതാൻ തുടങ്ങി. അതാണല്ലോ അവരുടെ ജോലി. അവരുടെ ജോലി സത്യസന്ധമായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ, അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ അതേ സ്ഥാനങ്ങളിൽ കൊണ്ടിരുത്താൻ വേണ്ടി കണ്ടൊരു വഴിയല്ലേ KS. അത് മാത്രമല്ല, KS മൊത്തം ഇപ്പം നമ്മൾ വളരെ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ KSEBയിൽ ഒരു യൂണിയൻ മാത്രമേ ഉള്ളൂ, CITU. അവിടെ ഓടിച്ചു. അല്ല, B അശോക് അവിടെ ഉണ്ടായിരുന്നു. അവിടെ റെഫറൻഡം നടത്തിയിട്ട് മറ്റ് INTUCനെയും BMSനെയും ഒക്കെ ഇല്ലാണ്ടാക്കിയിട്ട് ആകെ CITU ആക്കി. ഇതതുപോലെ ഭരണസിരാകേന്ദ്ര സെക്രട്ടേറിയറ്റിനകത്ത് KSകാരായിട്ടുള്ള CITുകാരാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. KS അല്ല, അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. അങ്ങനെ തന്നെ
ഓക്കെ. അങ്ങനെ തന്നെയാണ്. ഇത് കൂടാതെ പണ്ട് 94 ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമുണ്ട്. PSC അഡ്വൈസ് മെമ്മോ പോകുന്ന വീടുകൾ അന്വേഷിച്ച് പോകും. ആഹാ. ആര്? ഈ CPMന്റെ NGO സംഘടനക്കാർ പോയിട്ട് അവരുടെ സംഘടനയിൽ ചേർക്കും. അഡ്വൈസ് മെമ്മോ ലിയോയ്ക്ക് അഡ്വൈസ് മെമ്മോ വന്നിട്ടുണ്ടെങ്കിൽ ലിയോയുടെ അഡ്രസ്സ് അവിടെ നിന്ന് എടുക്കും. PSC നിന്ന് എടുത്തിട്ട് ലിയോ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ സംഘടന NGO യൂണിയനിൽ ചേരണമെന്ന് പറയും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻസീവ് വേർഷനാണ് KS. KSൽ ഈ പറഞ്ഞ CPM തൽപരരായിട്ടുള്ളവരെ നിയമിക്കുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള അതും വലിയ രീതിയിൽ ഇപ്പോൾ അന്വേഷണം നടന്ന് കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഞെട്ടും നിങ്ങൾ എന്നാണ് ചില ആളുകൾ എന്നോട് പറയുന്നത്. സത്യമല്ലേ ലിയോ പറഞ്ഞത്? PSCയിലല്ലാതെ വേറെ എവിടെയാണ് നമുക്ക് അഭയം തേടാനുള്ളത്? അതെ, നമുക്കൊരു അഭയം. പൗരൻ ഡിഗ്രി കഴിഞ്ഞിട്ട് അതെ. അവൻ്റെ SSLC കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ അവനൊരു അപ്ലൈ ചെയ്ത് അവനൊരു ജോലി വേണമെന്ന് പറയുമ്പോൾ എവിടെ പോയി ജോലി ചെയ്യും? PSC നോട്ടിഫൈ ചെയ്യുന്നതിനല്ലേ അവന് പബ്ലിക് കോമ്പറ്റീറ്റീവ് എക്സാം എഴുതി ജയിച്ച് വന്ന് PSCയിലല്ലേ ആശ്രയിക്കാൻ പറ്റുള്ളൂ. അതെ. ആ PSC തന്നെ നോക്കുകുത്തിയാകുക, അതിനെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കുക, അതിലെ തന്നെ വലിയ വൻ അട്ടിമറികൾ നടക്കുക. ഇപ്പോൾ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ വിജിലൻസ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നിരിക്കുന്നു. കാരണം ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനാ അതിൻ്റെതായ ഒരു സ്ഥാപനമാണ്. ഇത് പണ്ട് immunity അവർക്ക് ഉണ്ടായിരുന്നു. ഗുജറാത്തിലൊക്കെ പക്ഷേ നടന്ന പോലെ വ്യാപം വ്യാപം അഴിമതി കേസ് അഴിമതി കേസ്. അതുപോലെ ആ വ്യാപം ഇവിടെയും വ്യാപിച്ചിരിക്കുന്നു. ഇല്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഇത് ഒന്നൊന്നായി ഇപ്പോഴും എല്ലാ ദിവസവും വാർത്തകൾ വരുന്ന മറ്റൊന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ശബരിമലയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ആ വിഷയവും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു. കോടതി നടപടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും സാധാരണഗതിയിൽ ഒരു മുന്നണി പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ സർവ്വസജ്ജരായവർ നിൽക്കും. പക്ഷേ ഇതിപ്പോൾ ഇത്തരത്തിൽ അവരൊരു അഴിമതി അന്വേഷണങ്ങളുടെ എല്ലാം തന്നെ ചക്രവ്യൂഹത്തിൽ പെട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ആണല്ലോ അവർക്കിപ്പോൾ എന്നിട്ട് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ വലിയ സദാചാരം പ്രസംഗിക്കുന്നുണ്ട്. അവിടെ സെക്രട്ടേറിയറ്റ് നടയിൽ മറ്റേ LP UP അധ്യാപക സംഘടനകൾ അവരെയൊക്കെ ഉടനെ നിയമിച്ചേക്കും. അദ്ദേഹത്തിൻ്റെ കാലത്ത് ചെയ്യാത്ത കാര്യം ഇപ്പം സതീശൻ ഉടനെ ചെയ്യണം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ ഉടനെ ചെയ്യണം. ഇതുവരെ ഇല്ലായിരുന്ന ഒരു സഹാനുഭൂതിയും ഇതൊക്കെ പിണറായി വിജയൻ ഇപ്പോൾ ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. എത്ര വൈദഗ്ധ്യത്തോടുകൂടി നേരത്തെ ജിയോ പറഞ്ഞത് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ള ആ ഒരു എല്ലാം ഉൾട്ടയാക്കി കാണിക്കാൻ, എല്ലാത്തിനും നേരെ ഘടകവിരുദ്ധമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഇല്ല, മറ്റൊരാളില്ല. അല്ല, ഇതിപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ ഒരു അവസാനത്തിലേക്ക് വരുമ്പോൾ തുടങ്ങിയത് നമ്മൾ ഈ CPIയെ മോശമായി ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. CPI ആ രീതിയിൽ തന്നെയാണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ അങ്ങനെ അദ്ദേഹം പറയാൻ സാധ്യതയില്ല. പറഞ്ഞു എങ്കിൽ അത് മര്യാദകേടാണ്, രാഷ്ട്രീയ മര്യാദ ഇല്ലായ്മ അല്ലെങ്കിൽ പക്വതയില്ലായ്മയാണ്. കേടൊന്നുമല്ല, പക്വതയില്ലായ്മയൊന്നുമല്ല, അദ്ദേഹം ബോധപൂർവ്വം ചെയ്യുന്നതാണ്. CPI എവിടെ ചാടും? അതെ, ചാടിയാൽ വേറൊരിടത്തും പോകാൻ പറ്റില്ല. അതുകൊണ്ട് അത്രേ ഉള്ളൂ, വേറെ ഒരു അറിയാവുന്നത് കൊണ്ട് തന്നെ കൃത്യമായി അതുകൊണ്ട് തന്നെ അവരവിടെ ചാടാൻ 8 പേരെയും കൊണ്ട് അവരവിടെ ചാടാൻ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത്രയും പ്രശ്നങ്ങൾ, ഇത്രയും അന്വേഷണങ്ങൾ, ഇത്രയും ആരോപണങ്ങൾ എല്ലാം വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. അത് കൂരമ്പുകളായി CPMൻ്റെ നെഞ്ചത്തും തറച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ ഇനിയെങ്കിലും ചിന്തിക്കുമോ? അതായത് ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇത് ഈ കപ്പൽ ഒന്നടങ്കം മുക്കിക്കളയും, ഇത്തരത്തിൽ ഒരാൾ ഇങ്ങനെ ആരോപണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അദ്ദേഹത്തിന് ചെയ്ത കള്ളത്തരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ന ചിന്ത ഇനിയെങ്കിലും ബാക്കിയുള്ള നേതാക്കളിൽ ഉണ്ടാകുമോ? അതോ അത് ഉണ്ടായി അവരൊക്കെ നിസ്സഹായരാണോ? അല്ല, അത് ഈ CPMൻ്റെ ഒരു ചട്ടക്കൂടുണ്ടല്ലോ, അതിൻ്റെ ഒരു ഡെക്കോറുണ്ട്. അകത്തു നിന്നുള്ള സംഭാഷണങ്ങൾ നടത്തുള്ളൂ. വേവിസഹാവ് നിസ്സഹായനാണ്, പാർട്ടി ജനറൽ സെക്രട്ടറി നിസ്സഹായനാണ്. അദ്ദേഹത്തിന് അത് പറയാൻ പറ്റുമോ ഇത് ഇങ്ങനെയാണ് സംഭവം? അന്നദാതാവിനെതിരെ ഒന്നും മിണ്ടാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. കാര്യം ഇദ്ദേഹം മുതലാളി എന്നാണ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം മുതലാളി എന്നാണ്, പാർട്ടി മുതലാളി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ പാർട്ടി ജനറൽ സെക്രട്ടറി പോലും ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിനെതിരെ പറയണ്ട, വസ്തുനിഷ്ഠമായി നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തിയിട്ട് താങ്കളാണ് അതിന് ഉത്തരവാദി. അതുകൊണ്ട് ജനങ്ങളെങ്കിലും പാർട്ടിയോടുകൂടി ഉള്ള ജനങ്ങൾ, പാർട്ടിക്ക് പൂർവ്വമുള്ള ജനങ്ങളെങ്കിലും പാർട്ടിയുടെ കൂടെ ഇനിയെങ്കിലും നിൽക്കണം. അതുകൊണ്ട് താങ്കൾ പ്രതിപക്ഷ നേതൃസ്ഥാനം മാറണം, നമുക്ക് യോഗ്യരായിട്ടുള്ള മറ്റുള്ളവരെ ആരെങ്കിലും നിർത്തണം എന്നുള്ള ചിന്ത വരുന്നില്ല. അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല.
അനാരോഗ്യവും പ്രായോഗികവും കാരണം ഇനി അധിക നാൾ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അത് പുള്ളിക്ക് തോന്നുന്നുണ്ട് ഈ പ്രായാധിക്യം വന്നു. അദ്ദേഹത്തിന് അത് തോന്നുന്നില്ലല്ലോ. ഓക്കെ. മറ്റുള്ളവർക്കെല്ലാം അതൊക്കെ ബാധിക്കും. ഉം. പുള്ളിയുടെ നിയമങ്ങളൊക്കെ മറ്റുള്ളവർക്കൊക്കെ ബാധിക്കും. പക്ഷേ ശ്രീ പിണറായി വിജയൻ അത് തോന്നണമെങ്കിൽ പിണറായി വിജയൻ തന്നെ തോന്നണം. വേറെ പാർട്ടി ജനറൽ സെക്രട്ടറി പോലും പറഞ്ഞാലൊന്നും അങ്ങനെയൊന്നും ഉണ്ടായില്ല. പാർട്ടി ഇല്ല. ജനറൽ സെക്രട്ടറിക്ക് മുകളിൽ വേറെ ആരുമില്ല. പാർട്ടി ജനറൽ സെക്രട്ടറി പോലും നിസ്സഹായനെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഓക്കെ. ഇദ്ദേഹത്തിന് തീരുമാനിക്കുന്ന കാര്യങ്ങളെ അവർ നടത്തുള്ളൂ. പിന്നെ ഈ ഇപ്പോൾ വിജിലൻസ് കേസ് വരുന്നുണ്ടെന്ന് പറയുന്നതിൽ ഏതൊക്കെയോ ചെലവുകൾ നടത്തിയതിൻ്റെ വിജിലൻസ് കേസ് വരുന്നുണ്ട്. അതെ. അതിനകത്ത് വഴിവിട്ട ചെലവ് നടത്തിയെന്ന് പറയുന്നതിൽ ചിലപ്പോൾ പഴയ KN ബാലഗോപാലൂടെ പ്രതിയാകും. എന്താ അന്നത്തെ ധനമന്ത്രിയില്ലേ, ഉം, ഉം, ഉം. അദ്ദേഹം കൂടെ പ്രതിയാകും. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആകാൻ അസ്പയർ ചെയ്യുന്ന ഒരാളെന്നുള്ളതാണ് പൊതുവെ LDF-നകത്ത് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ അദ്ദേഹം കൂടെ വിജിലൻസ് കേസിൽ പ്രതിയായാൽ എന്തായിരിക്കും അവസ്ഥ? ഉം, ഈ ഉം. പിണറായി വിജയൻ്റെ അടുത്ത് ഒരു പ്രത്യേകത കണ്ടില്ലേ? എല്ലാ IAS-കാരും IPS-കാരും പുള്ളിയുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരും ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ KFC-യുടെ അന്നത്തെ ചെയർമാനായിരുന്ന ഈ കരിമണൽ ഖനനം നടത്തിയ 18-ലെ ആ പ്രളയ സമയത്തുണ്ടായിരുന്ന അന്നത്തെ PH കുര്യനായിരുന്നു. അദ്ദേഹവും ശ്രീ കർത്തയുടെ ഡയറി കുറിപ്പിലുണ്ട്, പേരുണ്ട്, ഇത്ര കോടി രൂപ മേടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എല്ലാവരും ഇദ്ദേഹം എല്ലാം ചെക്ക്മേറ്റ് ചെയ്യുന്നത് ഒരാളെ മുന്നിൽ വേറൊരാളെ മുന്നിൽ നിർത്തിയിട്ടാണ്. ഉം, ഉം. നിഴൽ യുദ്ധം നടത്തിയാണ് പുള്ളി മുന്നോട്ട് ഓക്കേ. പോയിക്കൊണ്ടിരിക്കുന്നത്. പിടിക്കപ്പെട്ടത് മകളെ മുന്നിൽ നിർത്തി കളിച്ചപ്പോഴുള്ള കളിയാണ്. അവിടെയാണ് ഇത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ഒരാൾ, ഇത് ഒരു IAS-കാരൻ തന്നെ എന്നോട് പറഞ്ഞതാണ്, അധികാരത്തിൽ ഇരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയാണെങ്കിലും മറ്റൊരു മന്ത്രിയാണെങ്കിലും മകളെ അല്ലെങ്കിൽ മകനെ പേരിൽ പൈസ മേടിക്കുമോ, ഇടപാട് നടത്തുമോ? അത് ഈ അധികാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കാണിച്ചൊരു ഹുങ്കാണ്. അത് വിവേകം നഷ്ടപ്പെട്ട് ചെയ്തതാണ്. തുടർഭരണം ഉറപ്പിച്ചിരുന്നു എന്ന് തോന്നുന്നു. വീണ്ടും തുടർഭരണം ഉറപ്പിക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തി. പക്ഷെ അത് ജനങ്ങളെ വെറുപ്പിച്ചിട്ട് തുടർഭരണം ഉണ്ടാക്കാൻ പറ്റുമോ? ഓക്കെ. ജനങ്ങൾ ഒന്നടങ്കം വെറുത്തു എന്നുള്ളതുകൊണ്ടല്ലേ ഈ പാർട്ടി തകർന്നത്. പിണറായി വിജയന്റെ നിലപാട് ആ മുന്നണിയെ തന്നെ തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുന്നു എന്ന അഭിപ്രായമാണ് ഈ ചർച്ചയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങൾ, തൻ്റേതായ നേട്ടങ്ങൾക്ക് വേണ്ടി പാർട്ടിയെയും അധികാരത്തെയും വളച്ചൊടിച്ച് ഏതറ്റം വരെയും പോകും എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചടി അത് നമ്മൾ കരുതുന്നതിനേക്കാൾ ഗുരുതരമാണ് എന്നുള്ളതാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. CPI എന്ന പാർട്ടിയോട് കാണിക്കുന്നത് മര്യാദകേടാണ്. അതുപോലെ തന്നെ ഈ മുന്നണിയിലെ പല പാർട്ടികളെയും ഇല്ലാതാക്കിയതിൻ്റെ ഉത്തരവാദിത്വവും പിണറായി വിജയന് തന്നെയാണ്. പല പാർട്ടികളും നമ്മൾ നോക്കുമ്പോൾ അംഗങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് നടാടെ പോയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുക്കണം എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ പ്രതിപക്ഷം എന്നുള്ള ആ ഒരു ശക്തി എത്രത്തോളം നിലകൊള്ളുന്നു എന്നുള്ളതിൻ്റെ സംശയവും നമുക്ക് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ഒന്നിലേറെ കേസുകളിൽ വല്ലാതെ പ്രതിരോധത്തിലായ ഒരു പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന സംഘത്തിന് ഭരണപക്ഷത്തെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ആക്രമിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ഒരു അടിയന്തരാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രതിപക്ഷം ഇത്ര ദുർബലമാകുന്നൊരവസ്ഥ കേരളം ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എന്നും സംശയം തന്നെയാണ്. ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത വഴിവിട്ട നീക്കത്തിലൂടെ. ഒപ്പം എല്ലാവരുടെയും ആശ്രയമായ പ്രതീക്ഷയായ PSCയുടെ വിശ്വാസ്യത ഇത്രയേറെ തകർന്നൊരു സാഹചര്യം മുൻപുണ്ടായിട്ടില്ല എന്നും സൂചിപ്പിക്കേണ്ടതുണ്ട്. കാത്തിരുന്ന് കാണാം ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.